ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയിട്ടേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് എനിക്ക് 15 മെമ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 15 പേരും എൻ്റെ കൂടെ ഫിസിക്സിൻ്റെ 6 വീക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഡേ 1 തകർത്ത് പഠിച്ചോണം. അപ്പോൾ ഡേ 1 തൊട്ട് ഡേ 3 വരെ നമ്മൾ നോക്കാൻ പോകുന്നത് വേവ്സിൻ്റെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പം വേവ്സിൻ്റെ ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ബാക്കിയുള്ള പോർഷൻസ് കവർ ചെയ്ത് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഫുൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമയം പോലെ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഡേ 1 വേവ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ വേവ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ നോക്കാം. y ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോണം. ഇക്വേഷൻ ഓഫ് എ വേവ് എങ്ങനെയാണ്? y ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് 5. അപ്പം ഈ y ഓഫ് എക്സ് ടി എന്താണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു വേവിനെ വരയ്ക്കുക? ഇങ്ങനെ അല്ലേ? ഇതാണല്ലോ ഒരു വേവ്. ക്രസ്റ്റും ഒരു ട്രഫും ഉണ്ട്. അപ്പം നോക്കിക്കേ, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ് അല്ലേ? ഇവിടെ ഓരോരുത്തരത്തും നമുക്ക് ഓരോ പാർട്ടിക്കിൾസിനെ എടുക്കാം. ഇവിടെ എല്ലാം ഓരോ പാർട്ടിക്കിൾസ് ഉണ്ട്. സോ നോക്കിക്കേ, എത്രത്തോളം മുകളിലാണ് ഓരോ പാർട്ടിക്കിൾ എന്ന് നമ്മൾ ഏത് ആക്സിസിനെ വെച്ചിട്ടാണ് പറയുന്നത്? y ആക്സിസിനെ വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ? എന്തുണ്ട്? y എഴുതി. ഇനി അതേപോലെ തന്നെ ഈ ഒരു പാർട്ടിക്കിൾ, ഇപ്പൊ ഈ ഫസ്റ്റ് പാർട്ടിക്കിളിനെ ഞാൻ എടുക്കുകയാണ്. ഈ ഫസ്റ്റ് പാർട്ടിക്കിൾ ഇതിന്റെ ഈ ഒറിജിനിൽ നിന്നും എത്രാമതെത്തി എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? എക്സ് വെച്ചിട്ടാണ് പറയുന്നത്. ഇനിയും ഇതെല്ലാം ഓരോ ടൈമിലല്ലേ നടക്കുന്നത്. ഇപ്പൊ ഒരു ടൈമിൽ ഒരു പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ അടുത്ത ടൈമിൽ ആ പാർട്ടിക്കിൾ ഇവിടെ ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ എന്തെടുക്കുന്നു? ടി എന്ന് പറയുന്ന കോർഡിനേറ്റ് എടുക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? y ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഈ ഇക്വേഷന് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആയിരിക്കും. പ്ലെയിൻ പ്രോഗ്രസീവ് വേവോ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ ഓരോ ടേംസ് ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ. ഈ ഓരോ ടേംസും എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എൻ്റെ കൂടെ പറഞ്ഞു പോണേ. y ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഇങ്ങനെയാണല്ലോ കിട്ടിയത്. ഓക്കെ, ഇതിൻ്റെ അകത്തെ ഓരോ ടേമും എന്താണ് നോക്കിക്കേ. എ എന്താ? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ മെയിൻ പൊസിഷനിൽ നിന്നും ഉള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ടേം ആണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിനെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക? ലാംഡ വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ ഞാനൊരു വേവ് എടുത്തു. ഇതാണ് ഒരു വേവ്. ഓക്കെ ആണോ? ഇതാണ് ഒരു വേവ്. ഈ വേവിന്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ, ട്രഫ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ അല്ലേ? അപ്പം വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും, ഓക്കെ, അതിന്റെ ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാംഡ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ട് ക്രിസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും ലാംഡയാണ്. രണ്ട് ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? ലാംഡയാണ്. ഓക്കെ, അപ്പം വേവ് ലെങ്ത് എന്താണ്? രണ്ട് ക്രിസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വേവിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഒരു വേവിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ലാംഡ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ രണ്ട് ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലാംഡയാണ്. അടുത്തതാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം ഫോർ വൺ ഓസിലേഷൻ ഓർ വൈബ്രേഷൻ. ടൈം ഫോർ വൺ ഓസിലേഷൻ ഓർ വൈബ്രേഷൻ. ഫ്രീക്വൻസിനെ ന്യൂ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു.
അതായത് ഒരു സെക്കൻഡില് എത്ര വൈബ്രേഷൻ ഉണ്ടായി എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രീക്വൻസി. നമ്പർ ഓഫ് ഓസിലേഷൻ ഓർ വൈബ്രേഷൻ. നമ്പർ ഓഫ് ഓസിലേഷൻ ഓർ വൈബ്രേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡില് എത്രത്തോളം ഓസിലേഷൻ അല്ലെങ്കിൽ എത്രത്തോളം വൈബ്രേഷൻ ഉണ്ടായി എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചോണം. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 1/t. ടൈമിന്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, വേവ് ലെങ്ത് പറഞ്ഞു, ടൈം പീരീഡ് പറഞ്ഞു, ഫ്രീക്വൻസി പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ എൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. അടുത്തത് ആംഗുലർ ഫ്രീക്വൻസി. ഈ ഒരു ടേമിനകത്ത് ആംഗുലർ ഫ്രീക്വൻസി ഏതാ? ഒമേഗ. ഒമേഗ എന്ന് പറയുന്നതാണ് ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടായ ആംഗിളിന്റെ ചേഞ്ച്. എങ്ങനെയാ പറയുന്നത്? ഒരു സെക്കൻഡിൽ ഉണ്ടായ ആംഗിളിന്റെ ചേഞ്ച്. അതാണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഒമേഗയാണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനും ഒരു ഇക്വേഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലത്തിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒമേഗ ഈക്വൽ ടു 2π/t. ഒമേഗ ഈക്വൽ ടു 2π/t. നോക്കിക്കേ, ഇപ്പൊ ഒരു വേവ് എടുത്തു. ആ ഒരു വേവ് ഇവിടെ 0 ഡിഗ്രി, ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി, ഇവിടെ വരുമ്പോൾ 180 ഡിഗ്രി, ഇവിടെ വരുമ്പോൾ 270 ഡിഗ്രി, ഇവിടെ വരുമ്പോൾ 360 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പം 360 ഡിഗ്രി ആംഗിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. ഈ 360 എന്ന് പറയുന്നതാണ് നമ്മൾ ഈ 2π എന്ന് കൊടുത്തേക്കുന്നത്. സോ 2π/t. നോക്കിക്കേ, നമ്മൾ മുമ്പേ പറഞ്ഞു 1/t എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ആണ് അല്ലേ? മുമ്പ് എഴുതിയതാണ് ന്യൂ ഈക്വൽ ടു 1/t എന്ന്. നോക്കിക്കേ, ഇവിടെ ഒരു 1/t കിടപ്പില്ലേ? സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2π ന്യൂ എന്ന് എഴുതാം. സോ ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. കിട്ടിയല്ലോ? അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓർ വേവ് കോൺസ്റ്റന്റ്. പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ എന്ത് പറയാം? വേവ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി കെയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, കെ ഈക്വൽ ടു 2π/λ. ആംഗുലർ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 2π/t. കെയുടെ ഇക്വേഷൻ എങ്ങനെയാണ്? 2π/λ. ഈ രണ്ട് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു ടേം ഇവിടെ കിടപ്പുണ്ട്, നോക്കിക്കേ, ഫൈ. ഫൈ, ഈ ഫൈന് പറയുന്നതാണ് ഇനിഷ്യൽ ഫേസ്. എന്താണ്? ഇനിഷ്യൽ ഫേസ്. ഇപ്പൊ നമ്മൾ മുമ്പേ കാണിച്ച ഒരു വേവ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 0 ഡിഗ്രിയിൽ നിന്നാണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഏത് ഡിഗ്രിയിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിങ് ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ടേമിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഫൈനെ നമ്മൾ എന്ത് പറയും? ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനിയും നമുക്കൊരു ടേം ഉണ്ട്, നോക്കിയേ, kx ± ω/t. ഓക്കെ, ഇതിനി പോസിറ്റീവ് ഡയറക്ഷനിലാണോ ഇതിനി നെഗറ്റീവ് ഡയറക്ഷനിലാണോ എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇപ്പൊ kx പ്ലസും ω/t പ്ലസും, അതേപോലെ തന്നെ kx മൈനസും ω/t മൈനസും. ഈ രണ്ട് കേസിലും ഇത് ഏത് ഡയറക്ഷനിലായിരിക്കും? നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. ഇനി അത് ഇപ്പൊ നമുക്ക് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഇതിൽ എക്സ് ആണോ വൈ ആണോ എന്ന് എങ്ങനെ അറിയാം? ഇതേണ്ട, ഇവിടെ ഇപ്പൊ എക്സ് ആണ് കൊടുത്തേക്കുന്നത്, സോ ഇത് നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. വൈ ആണെങ്കിൽ വൈ ഡയറക്ഷനിലായിരിക്കും, ഇസഡ് ആണെങ്കിൽ ഇസഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി എപ്പോഴായിരിക്കും പോസിറ്റീവ് ഡയറക്ഷനിലാവുന്നത്? നോക്കിക്കേ, ഇവിടെ പ്ലസും ഇവിടെ മൈനസും, ഇവിടെ മൈനസും ഇവിടെ പ്ലസും ഇങ്ങനെ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചോണം. അപ്പം നമുക്കറിയാം, ഇക്വേഷൻ പഠിച്ചു. ജനറൽ ഇക്വേഷൻ ഓഫ് എ വേവ് എങ്ങനെ എഴുതാം? y of xt ഈക്വൽ ടു a sin kx പ്ലസ് ഓർ മൈനസ് ω/t പ്ലസ് y. മറക്കരുതേ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എ വേവ്. എൻ്റെ കൂടെ എഴുതി പോണേ, സ്പീഡ് ഓഫ് എ വേവ്. ഓക്കെ, നമുക്കറിയാം
ഒരു വേവ്, ആ വേവിൻ്റെ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലാംഡയാണ്. ആണല്ലോ. സ്പീഡിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഡിസ്റ്റൻസ് ബൈ ടൈം. സോ വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നോക്കിക്കേ, ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ? ലാംഡയാണ് അല്ലേ? ലാംഡ ബൈ ടൈം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ടി. 1/t എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ഫ്രീക്വൻസി ആണ്. സോ ലാംഡ ഇൻറ്റു ന്യൂ എന്ന് എഴുതാം. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടി വി എന്ന് പറയുന്നത് എന്താണ്? ലാംഡ ന്യൂ ആണെന്ന് കിട്ടി. ഇനി നോക്കിക്കേ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ, 2 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു? ഏതൊക്കെയായിരുന്നു? കെ ഇസ് ഈക്വൽ ടു 2π ബൈ ലാംഡ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ലാംഡ എന്ത് കിട്ടും? 2π ബൈ കെ എന്ന് കിട്ടും. ആണല്ലോ. ഇനി ഒമേഗയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2π ബൈ ടി. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2π ന്യൂ എന്ന് എഴുതാമല്ലോ. 1/t ഫ്രീക്വൻസി ആണ്. സോ നമുക്ക് 2π ന്യൂ എന്ന് എഴുതാം അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു 2π ന്യൂ എന്ന് കിട്ടി. ഇവിടെ നിന്നും ന്യൂ എന്താണ്? ന്യൂ എന്ന് പറയുന്നത് ഒമേഗ ബൈ 2π എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പം നമുക്ക് ലാംഡയും കിട്ടി, ന്യൂവും കിട്ടി. എവിടെ നിന്നും കിട്ടിയത്? ദാണ്ട് ഈ ഇക്വേഷനിൽ നിന്നും. ഇതും ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പം നമുക്ക് ലാംഡ ഉണ്ട്, ന്യൂ ഉണ്ട്. നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ വി ഈക്വൽ ടു ലാംഡ എന്താ കിട്ടിയത്? 2π ബൈ കെ ഇൻറ്റു ന്യൂ എന്താ കിട്ടിയത്? ഒമേഗ ബൈ 2π. നോക്കിക്കേ, ഇവിടെ 2π ഉണ്ട്, ഇവിടെ 2π ഉണ്ട്. ക്യാൻസൽ ആയി പോവും. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ഒമേഗ ബൈ കെ. ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. അപ്പം ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ട്രാവലിംഗ് വേവ് ആണോ സ്റ്റാൻഡിങ് വേവ് ആണോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തരും. എന്താണ്? y ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഓക്കെ, ഇങ്ങനൊരു ടേം തന്നിട്ട് ചോദിക്കും ട്രാവലിംഗ് വേവ് ആണോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കിയേ, എക്സിൻ്റെയും ടീൻ്റെയും ടേം ഉണ്ട് അല്ലേ? ഇവിടെ എക്സിൻ്റെയും അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് ടേം ഉണ്ട്. ആ കോർഡിനേറ്റും ഒരു ടൈമിൻ്റെ ടേമും ഉണ്ടെങ്കിൽ അത് ട്രാവലിംഗ് വേവ് ആയിരിക്കും. ട്രാവലിംഗ് വേവ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റ് ഉണ്ടോ എന്ന് നോക്കുക, ഒരു ടൈമിൻ്റെ ടേം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ട്രാവലിംഗ് വേവ് ആയിരിക്കും. ഓക്കെ, സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ഓക്കെ, ഈ ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണല്ലോ. അപ്പോൾ എന്തുണ്ടാവും? അവിടെ ഒരു ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവും. അതാണ് ഈ ടി എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ മാസ് ഡെൻസിറ്റി, അതായത് യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ്, ലീനിയർ മാസ് ഡെൻസിറ്റി. ഈ ന്യൂവിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ ലെങ്ത്. മാസ് ബൈ ലെങ്ത്. ഓക്കെ, മാസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്. മാസ് ബൈ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 3 ടോപ്പിക്സ് ആണ് പഠിച്ചത്. ഒന്ന് ജനറൽ ഇക്വേഷൻ ഓഫ് എ വേവ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ് y ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ 2 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഏതിൻ്റെ ആയിരുന്നു? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കെയുടെയും അതേപോലെ തന്നെ ആംഗുലർ ഫ്രീക്വൻസിയുടെയും ഇക്വേഷൻ. പിന്നെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ആണോ നെഗറ്റീവ് ഡയറക്ഷൻ ആണോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് പഠിച്ചു? സ്പീഡ് ഓഫ് എ വേവ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുക. അപ്പം വേറൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം. അപ്പം നമ്മൾ ഡേ 2 അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഡെയിലി 5 പ്രോബ്ലംസ് മറക്കരുത്. വേവ്സിൻ്റെ ചാപ്റ്ററാണ് നിങ്ങൾ ഇന്ന് നോക്കുന്നതെങ്കിൽ വേവ്സിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.